അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഒന്നാമത് ഞാൻ പറഞ്ഞത് ചാനലുകളോട് ഇത് പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയും. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്. ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞത് ജനങ്ങളോട് ഇത് പറയില്ല എന്നുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞു. പറഞ്ഞോ ഏഷ്യാനെറ്റിനോട് പറയേണ്ട കാര്യമില്ല. ഇത് പാർട്ടി പിരിച്ച ഫണ്ടാണ്, പാർട്ടിക്കകത്ത് തീർപ്പാക്കിയതാണ്, പാർട്ടി കമ്മിറ്റി അംഗീകരിച്ചാണ്. പൊതുജനങ്ങളോട് പറയേണ്ടതില്ല എന്നും പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞില്ല. അങ്ങനെ ഇല്ല. നിങ്ങൾ എടുത്തു നോക്കണം. ഒന്നുകൂടി നിങ്ങൾ കാണണം. എടുത്ത് കാണിക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് സാധാരണ നിലയിൽ പാർട്ടി അതിന്റെ വരവ് ചെലവ് കണക്കുകൾ പാർട്ടി കമ്മിറ്റിയിലാണ് അവതരിപ്പിച്ച് അംഗീകരിക്കാറുള്ളത്. ഞാൻ ഉപയോഗിച്ച വാക്കാണ്. സാധാരണ നിലയിൽ വരവ് ചെലവ് കണക്കുകൾ പാർട്ടി കമ്മിറ്റിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. ജനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കും. ഞാൻ ഉപയോഗിച്ച ഒരു വാക്കാണ്. ആവശ്യപ്പെട്ടാൽ വേണമെങ്കിൽ കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വരവ് ചെലവ് കണക്ക് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുണ്ടല്ലോ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന പോലെ ഞങ്ങളും കൊടുക്കുന്നുണ്ട്. ആ കണക്ക് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്. അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇനി അതിലേക്ക് ഞാൻ പറയും. ഇതില് ധൻരാജ് രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച് ഒന്നാമത് ഈ ഫണ്ട് ശേഖരിച്ചത് 2 വിഭാഗങ്ങളിൽ നിന്നാണ്. ഒന്ന് പാർട്ടി മെമ്പർമാരിൽ നിന്ന്, രണ്ടാമത്തത് സഹകരണ ജീവനക്കാരിൽ നിന്ന്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ. ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങളിൽ നിന്ന് കളക്ഷൻ എടുത്തിരുന്നില്ല. പാർട്ടി മെമ്പർമാരിൽ നിന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. ഈ സഹകരണ ജീവനക്കാരെന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷവും പാർട്ടി മെമ്പർമാർ തന്നെയാണ്. അപ്പൊ അത് സംബന്ധിച്ച് വിവാദം ഉയർന്നു വന്നല്ലോ. ആ വിവാദം ഉയർന്നു വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കേണ്ടത്. പരിശോധിച്ചിട്ട് 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്ത് അംഗീകരിച്ചു. വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. ബി കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളും അതിനെ വെച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഈ ഓഡിറ്റർമാര് പരിശോധിച്ച കണക്കും വെച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റി വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. ആ കണക്ക് അതിനെ തുടർന്ന് പാർട്ടി മെമ്പർമാരുടെ യോഗം വിവിധ തലങ്ങളിൽ ചേർന്നു. ആ യോഗങ്ങളിലാകെ ഈ കണക്ക് 2022 ജൂൺ മാസത്തിൽ അവതരിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇത്രയും പറയാൻ കാരണം, വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം എക്സ് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ആ എക്സ് കമ്മ്യൂണിസ്റ്റ് ആയ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം അതിനുപയോഗിക്കേണ്ട വാചകം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എത്രമാത്രം തരംതാണ വിധത്തിലാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കണക്ക് പുറത്തുവിടണം. ഞാൻ ചോദിക്കട്ടെ, പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ അംഗീകരിച്ചൊരു കണക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിചാരിച്ചിട്ട് നേരെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റൂ? പാർട്ടിയെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണയില്ലാത്ത വിധത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒരാൾ പറയാൻ വേണ്ടി പറ്റൂ? പാർട്ടി കമ്മിറ്റി 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. സാധാരണ അത്രയും പറയേണ്ട കാര്യമുള്ളൂ. കാരണം ഫണ്ട് ശേഖരിച്ച പാർട്ടി മെമ്പർമാരിൽ നിന്നാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. പക്ഷെ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ അനുഭാവി യോഗങ്ങൾ ചേരുന്നു. ആ അനുഭാവി യോഗത്തിൽ അന്ന് അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കും. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കേണ്ട പ്രശ്നമില്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന് വേറെ ചില അജണ്ട ഉണ്ടാവും. ആ വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞതാണ്. പറഞ്ഞ മെമ്പർമാർക്ക് നല്ല ധാരണയുണ്ടാവും എന്താണ് കണക്ക് എന്നുള്ളത് പാർട്ടി ഞങ്ങൾക്കറിയും. അതേ കണക്ക് പാർട്ടിയുടെ അനുഭാവി യോഗം എല്ലാ ബൂത്തുകളിലും ഞങ്ങൾ
കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നു. ആ കുടുംബ സംഗമത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നത് പാർട്ടി മെമ്പർമാരുണ്ടാവും, പാർട്ടിയുടെ അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളുണ്ടാവും, പാർട്ടി അനുഭാവികളുണ്ടാവും, പാർട്ടിയുമായി ബന്ധമുള്ള, പാർട്ടിയെ സ്നേഹിക്കുന്ന, അവരുടെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരൊന്നും ആയിരിക്കില്ല, പക്ഷെ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവരെല്ലാവരെയും ഞങ്ങളതിൽ ക്ഷണിക്കും. ക്ഷണിച്ചിട്ട് ആ കുടുംബ സംഗമങ്ങളിൽ കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.